വെൽക്കം ബാക്ക് ടു സെറിബ്രോ ലേണിംഗ്. 10ാം ക്ലാസ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയ നമ്മുടെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? വെദർ ആൻഡ് ക്ലൈമറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ആ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് എന്തൊരു ക്ലൈമറ്റ് ആണ്, എന്തൊരു വെദർ ആണ് അല്ലേ? പക്ഷെ ശരിക്കും എന്താണ് വെദർ, എന്താണ് ക്ലൈമറ്റ്? നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ സ്കൈയുടെ മൂഡ് സ്വിങ്സ് ആണ് ശരിക്കും വെദർ. രാവിലെ ഏറ്റപ്പോ നല്ല വെയിലായിരുന്നേ, കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് മേഘമൊക്കെ മൂടിക്കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോ നല്ല മഴ. നല്ല മഴയൊക്കെ പോയി ഉച്ച തിരിഞ്ഞ് രാത്രി ആയപ്പോഴത്തേനും നല്ല മഞ്ഞ്. ഇങ്ങനൊരു സംഭവമില്ലേ, ഇങ്ങനെ സ്കൈക്ക് സംഭവിക്കുന്ന മൂഡ് സ്വിങ്സ്, അതിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ വെദർ. ഓക്കെ, അപ്പൊ ക്ലൈമറ്റ് എന്താ? ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെദർ പോലെ മാറി മറിഞ്ഞ് ഇങ്ങനെ മൂഡ് സ്വിങ്സ് പോലെ കളിക്കില്ല. എന്താണ് ശരിക്കും ക്ലൈമറ്റ്? കുറേ കൊല്ലക്കണക്കിന് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ശരിക്കും ക്ലൈമറ്റ്? ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴ ലഭിക്കും. ഇടവപ്പാതി, നമ്മൾ കേട്ടില്ലേ തുലാവർഷം, അങ്ങനെ നമുക്ക് മഴയും ലഭിക്കും ചൂടുണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മളത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്നാ പറയാ. അപ്പൊ അങ്ങനെ നമുക്ക് സ്ഥിരമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന, അങ്ങനെ പെട്ടെന്നൊന്നും മൂഡ് സ്വിങ്സ് പോലെ വെദർ പോലെ മാറാത്ത കാലാവസ്ഥ ആണ് നമ്മുടെ ക്ലൈമറ്റ്. ഓക്കെ, അപ്പൊ ഈ ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് കേട്ടിട്ടില്ലേ? ക്ലൈമറ്റ് ചേഞ്ച്. എന്തൊക്കെ കാരണം ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത്? നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോ, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ അല്ലേ, പുക മലിനീകരണം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ മെല്ലെ മെല്ലെ പതിയെ മാറാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന മഴ ലഭിക്കില്ല. നമുക്ക് ഒരുപാട് മഴയൊക്കെ കിട്ടില്ലേ, ആ മഴയൊന്നും ലഭിക്കാതെയാവും. അപ്പൊ ഇവിടെ വരൾച്ച, അങ്ങനത്തെ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കര പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ വെദറിനെയും ക്ലൈമറ്റിനെയും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്സർവ് ദി പ്രസന്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അറ്റ് യുവർ പ്ലേസ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തെ എന്താണ് നമ്മുടെ ചുറ്റുപാടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഇതേ നോക്കിക്കേ, ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് എന്റെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. ഇല്ലെങ്കിൽ ഇത് ചെയ്യാ, ഞാൻ സ്ക്രീൻ ഇങ്ങനെ മാറ്റും. ഇനി അഥവാ മാറ്റാൻ മറക്കോ ഇല്ലായിരിക്കും, മാറ്റി തരാട്ടാ. അപ്പൊ അത് നോക്കി നിങ്ങൾ ക്ലാസ് കേൾക്കണേ. അപ്പൊ ഞാനിവിടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നത് നമ്മുടെ പ്ലേസിലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തേന്ന് പറയാണ്. ആർ ദി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ദാറ്റ് വി എക്സ്പീരിയൻസ് സച്ച് ആസ് സൺലൈറ്റ്, റെയിൻ, മിസ്റ്റോ മഞ്ഞ്, വിൻഡ്, ക്ലൗഡ്, അതുപോലെ തന്നെ ഹോട്ട്, കോൾഡ്. നമുക്കിപ്പോ കിട്ടുന്ന സൺലൈറ്റ്, മഴ, മിസ്റ്റ്, മഞ്ഞ്, അതുപോലെ തന്നെ കാറ്റ്, ക്ലൗഡ്, ചൂട്, തണവ്, ഇതെല്ലാം തന്നെ സ്റ്റേബിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആണോ? അല്ല, ഇതൊന്നും സ്റ്റേബിൾ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങള്, കുറച്ചു നേരത്തെ വെയിൽ വരും, കുറച്ചു കഴിഞ്ഞാൽ വെയിൽ പോവും, അങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കില്ല. അപ്പൊ എന്തോ ഒരു ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഉണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ ഈ 4 ഫാക്ടേഴ്സും കൂടെ നമുക്ക് കിട്ടുന്ന സൺലൈറ്റിനെയും മഴേനെയും കാറ്റിനെയും ഈ ക്ലൗഡൊക്കെ വരില്ലേ, അതിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 4 നമ്മൾ പറഞ്ഞു. ഏതാണ്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി. അപ്പം ഞാൻ മലയാളം മീഡിയത്തിലെ പിള്ളേർക്ക് ഞാനിവിടെ ജെമിനി നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹ്യൂമിഡിറ്റിയുടെ മലയാളം വേർഡ് ആർദ്രത എന്നാണ് ജെമിനി പറഞ്ഞേക്കണേ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ആർദ്രത, ടെമ്പറേച്ചർ, പ്രഷർ മർദ്ദം, അതൊക്കെ എനിക്കറിയാട്ടോ മലയാളം. പിന്നെ വിൻഡ്. ഈ 4 ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ക്ലിയർ? അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് മറക്കില്ലല്ലോ. They in turn are influenced by the amount of sunlight available there. എന്താ പറയുന്നത്? ഈ 4 ഫാക്ടേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന എത്ര സൺലൈറ്റ് ഇവിടെ വേണം, എത്ര സൺലൈറ്റ് കൊറിയയിൽ വേണം, എത്ര സൺലൈറ്റ് അമേരിക്കയിൽ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്
ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സ്പെഷ്യൽ ഒരു വേർഡ് ഇട്ട് വിളിച്ചു. എന്താണ്? അവർക്കൊരു പേര് കൊടുത്തു, എലമെന്റ്സ് ഓഫ് വെതർ. എന്താണ്? എലമെന്റ്സ് ഓഫ് വെതർ. അപ്പൊ ഏതൊക്കെയാണ് ആ എലമെന്റ്സ് ഓഫ് വെതർ? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, നമ്മുടെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. ക്ലിയർ? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, നമ്മുടെ ആർദ്രത, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ നാലെണ്ണത്തിന് പുറമെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്, പ്രസിപ്പിറ്റേഷൻ. ഇതെല്ലാത്തിന്റെയും ഒരു മാറ്റങ്ങൾ അനുസരിച്ചിരിക്കെ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, കുറച്ച് സമയത്തോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്കൈയുടെ മൂഡ് സ്വിങ്സ് പോലെ അങ്ങ് മാറി മറിഞ്ഞ് കുഞ്ഞു നേരം ഉണ്ടാവുള്ളൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതർ. ഓക്കെ, എന്തൊക്കെയുണ്ട്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, അതിനെയാണ് എന്ത് പറയുന്നത്? വെതർ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ലോങ്ങർ പീരീഡിന് എന്ത് പറയും? ക്ലൈമറ്റ് അല്ലെ? ദി ആവറേജ് വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ. അപ്പൊ നമ്മൾ എന്താ ലാർജർ ഏരിയയോ അങ്ങനെ പറഞ്ഞേ? നമ്മൾ പറയോ തൃശ്ശൂരിലെ മൺസൂൺ ആണ് കേട്ടാ, അങ്ങനെയാണോ പറയാ? അതോ കേരളത്തിലെ മൺസൂൺ ആണ്, ഇന്ത്യയിലെ മൺസൂൺ ആണ്, അങ്ങനെയല്ല പറയാ? ഇന്ത്യയിൽ ഇപ്പൊ മൺസൂൺ ആണ്, അങ്ങനെ നമ്മൾ പറയാ അല്ലെ? ലാർജർ ഏരിയയെ നമ്മൾ കൺസിഡർ ചെയ്യും. വെതർ ഒക്കെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ആ സ്ഥലത്ത് അനുഭവപ്പെടുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻ, പക്ഷെ ആ ഒരു വെതർ അവിടെ കുറെ കാലത്തോളം ഒരു ലോങ്ങർ പീരീഡിന് ആ ഒരു ലാർജർ ഏരിയയിൽ ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പൊ വെതറും ക്ലൈമറ്റും എന്താ, നമ്മൾ ഡെഫിനിഷൻ അടക്കം ക്ലിയർ ആക്കി. ഇനി ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കൺസിഡറിംഗ് ദി വെതർ കണ്ടീഷൻസ് ഓഫ് അബൌട്ട് 35 to 40 years. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ കേരളത്തിൽ എന്താണ്, നല്ല ചൂട് കിട്ടും അല്ലെ? അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇടവപ്പാതി വരും, തുലാവർഷം വരും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായി? നമ്മൾ കുറെ കാലം ഈ സ്ഥലത്തിനെ പറ്റി പഠിച്ചു. ഒരു 35-40 വർഷത്തോളം നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്നു എന്ന് വിചാരിക്കും. കേരളത്തിലെ കാലാവസ്ഥയെ പറ്റി പഠിച്ച് മനസ്സിലായി ഇവിടെ മഴ പെയ്യുന്നത് ഏകദേശം ഒരേ സമയത്താ. ജൂണിലെ വരും. അതേപോലെ തന്നെ ഈ മഴ വരുന്ന ടൈമും വെയിൽ വരുന്ന ടൈമും ഒക്കെ ഒരേപോലെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടത്തെ ഒരു ക്ലൈമറ്റ് പഠിക്കണമെങ്കിൽ ഇവിടത്തെ വെതർ കണ്ടീഷൻസ് നമ്മൾ കുറെ വർഷക്കാലം പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് നമ്മൾ പറയാ. ഓക്കെ, അപ്പൊ അങ്ങനെ വേഗം പോയി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ക്ലൈമറ്റ്? അല്ല. വെതർ അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് പറയാം. The climatic conditions of any place is detrimental to the diverse flora and fauna as well as the human life of the place. എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളിപ്പോ ഒരു സ്ഥലത്തിലെ അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും ആ ഒരു സ്ഥലത്ത് ഏതൊക്കെ ഫ്ലോറ എന്ന് വെച്ചാൽ എന്താണ്, അവിടുത്തെ സസ്യജാലങ്ങൾ ഏതൊക്കെ വേണം, അവിടെ ഏതൊക്കെ ജീവജാലങ്ങള്, ഏതൊക്കെ ഇഴജന്തുക്കള്, ഏതൊക്കെ മൃഗങ്ങള് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ലൈഫും, എങ്ങനെ നമ്മൾ ഡ്രസ് ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ സെറ്റിൽമെന്റ്, എങ്ങനെയാണ് നമ്മുടെ ഒക്യുപ്പേഷൻ, എങ്ങനെയാണ്, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡ്രസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊറിയയിലും ജപ്പാനിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക, കുറച്ചുകൂടി ക്യൂട്ട് ആയിരിക്കൂലേ? സോ നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ സെറ്റിൽമെന്റ്സും നമ്മുടെ ഒക്യുപ്പേഷൻ, നമ്മളിപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കടൽ തീരത്താണ് നമ്മുടെ വീടെങ്കിൽ നമ്മുടെ പണി എന്തായിരിക്കും? ഓഫ് കോഴ്സ് നമ്മൾ മീൻ പിടിക്കാൻ പോകും. അപ്പൊ അങ്ങനത്തെ ഒക്യുപ്പേഷൻസ് നമ്മൾ കൂടുതൽ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവിടുത്തെ ഒരു ഫ്ലോറയും ഫോണയും ആയിരിക്കും, അതുപോലെ തന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻസും കൂടി ആയിരിക്കും നമ്മുടെ ഒരു ഹാബിറ്റുകൾ ഡിസൈഡ് ചെയ്യുന്നതും നമ്മുടെ ഡ്രസ്സിങ് ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ദി ക്ലൈമറ്റിക് എലമെന്റ്സ് ഈസ് എവിഡന്റ് നോട്ട് ഓൺലി ഇൻ ദ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമായിരിക്കില്ല ഈ പറഞ്ഞ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുക. പിന്നെ എന്തിലൊക്കെ ആയിരിക്കും? ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻസ് ആൻഡ് ഇൻ ദി കളർ ആൻഡ് റേസ് ഓഫ് മാൻകൈൻഡ് ആസ് വെൽ. അല്ലെ, നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ബോഡിയിലെ ഫീച്ചേഴ്സ്, നമ്മുടെ മെന്റൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ കളർ ആൻഡ് റേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സ്കിൻ കളറും എല്ലാം തന്നെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വേൾഡ് ഓവർ മെയിൻലി കറസ്പോണ്ട് ടു ദി ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അല്ലെ, നമ്മൾ കൃഷി ചെയ്യുന്നതും ഒക്കെ ക്ലൈമറ്റിക് കണ്ടീഷൻസിന്റെ ബേസിസിലാണ്. അതുപോലെ തന്നെ പറയാണ് വെദർ ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ
right from the early marine voyages which revolutionized the world history to the modern transport and communication systems. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് വാസ്കോഡഗാമിയും കൊളംബസ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നില്ലേ, അത് എങ്ങനെയാണ്? പണ്ട് ഈ സ്റ്റിയറിംഗ് ഒക്കെ ആയിരുന്നോ ഷിപ്പിനൊക്കെ ഉണ്ടായിരുന്നത്? അല്ല, അവരെങ്ങനെയാ പിന്നെ ഇന്ത്യക്ക് വന്നിരുന്നേ? ഈ മൺസൂൺ വിൻഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ അവർക്ക് എല്ലാ സീസണിലും നമ്മുടെ ഇന്ത്യയിലോട്ട് വരാൻ പറ്റില്ല. ഈ മൺസൂൺ സീസണിലെ വിൻഡ് ആണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോ ഈ വെതറിനും ഈ പറഞ്ഞ ഈ ഇവരുടെ മെറൈൻ വോയേജസിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങൾ സ്കൂളൊക്കെ തുറന്ന് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വെതറിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, വെതറിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ നടത്താം. അപ്പൊ ക്ലാസ് റൂമിലേക്ക് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ നമ്മുടെ കമന്റ് ബോക്സിൽ. ഇപ്പൊ നിങ്ങളുടെ അവിടെ എന്ത് വെതറാണ്? ഈ ക്ലാസ് കേൾക്കുമ്പം നിങ്ങളുടെ അവിടെ എന്ത് വെതറാണ് എന്ന് കമന്റ് ചെയ്യേ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇപ്പൊ. അവിടെ എന്താണെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, let's have a detailed overview on the elements of weather and climate being influential on every human activity on the earth. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ കുറെ ഫാക്ടേഴ്സ് പഠിച്ചില്ലേ, അതിലെ ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അപ്പോ ഈ ടെമ്പറേച്ചറിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? ഓക്കെ, യെസ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആരാ? എനർജിയുടെ ഉറവിടം ആരാണ്? യെസ്, സൺ ആണല്ലേ, സൂര്യനല്ലേ. അപ്പൊ ഈ സൂര്യനില് എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്? സൂര്യനില് എനർജി ഉണ്ടാവുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ആ പേരിൽ തന്നെ ഉണ്ട്, ഫ്യൂഷൻ ആണ്. അപ്പൊ എന്ത് ഫ്യൂഷൻ ആണ് നമുക്ക് നോക്കാം. അടുത്ത പേജ് നമ്പർ 9 ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അത് പഠിക്കണോ ചോദിച്ചാൽ വേണ്ട കേട്ടോ, അത് എന്താണെന്ന് പഠിക്കണ്ട. പക്ഷെ നമ്മൾ ഇനി പഠിക്കുന്ന കാര്യങ്ങളില് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നരുത്, ഓ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന്. സിമ്പിൾ ആയി പറയുകയാണെങ്കിലേ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത് 2 ആറ്റം ആണെന്ന്. സണ്ണിൽ നിറച്ച ആറ്റങ്ങളാണേ. സണ്ണില് നിറച്ച ആറ്റങ്ങൾ കുറെ ഇങ്ങനെ കൊളൈഡ് ചെയ്യും അവര് തമ്മില്. അപ്പൊ ഈ 2 ആറ്റം ഉണ്ടെന്ന് വിചാരിക്കേ. ഈ 2 ആറ്റം ഇങ്ങനെ നിൽക്കുവായിരുന്നു, പെട്ടെന്ന് ഇവര് തമ്മില് സ്മാഷ് ചെയ്തു. ഈ സ്മാഷ് ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? അവര് തമ്മിൽ സ്ക്യൂസ് ആയി രണ്ടും ഒന്നായി മാറി. ഈ 2 ആറ്റം ഒന്നായി മാറി. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ മാസ്, ഇതിന്റെ വെയിറ്റ്, മാസ് എന്താവും? കൂടൂലേ? ഈ 2 ഒറ്റയ്ക്കായി നിന്നത് ഒന്നാവുമ്പം എന്തായാലും മാസ് കൂടും. പക്ഷെ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു. മാസ് കൂടിയുണ്ട്, ശരിയാണ്. ഇവർ രണ്ടുപേരുടെയും മാസിന്റെ ആഡ് ചെയ്തിട്ടുള്ള മാസ് അല്ലേ വരിക. ഈ ആഡ് ചെയ്തതില് കുറച്ച് മാസ് കാണാനില്ല, അത് മിസ്സിംഗ് ആണേ. ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഈ മാസില്ലേ, അതാണ് ശരിക്ക് എനർജി ആയി മാറുന്നത്. ലൈറ്റും ഹീറ്റും ഒക്കെ ആയിട്ടുള്ള എനർജി ആയി മാറുന്നത് ഈ മിസ്സിംഗ് ആയിട്ടുള്ള മാസ് ആണ്. ക്ലിയർ ആണോ? ഇതാണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു ഐഡിയ. നമുക്കറിയാം ഈ മാസീവ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് അല്ലേ. സണ്ണിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് എനർജി മാസീവ് എമൗണ്ടിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? ഏത് പ്രോസസ്സിലൂടെയാന്ന് പറഞ്ഞേ? ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് എന്ത് ചെയ്യും? ഷോർട്ട് വേവ്സിന്റെ രൂപത്തില് അത് എന്നിട്ട് എമിറ്റ് ചെയ്യും, പുറത്തേക്ക് തള്ളും. എന്താണ് ഷോർട്ട് വേവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? ഷോർട്ട് അല്ല, അവര് ഭയങ്കര സ്മോൾ ആണ്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല എനർജി പാക്കറ്റ് ആണ്. ലൈറ്റിന്റെ എനർജി പാക്കറ്റുകളെയാണ് ഷോർട്ട് വേവ്സിൽ ഈ എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യുവേ. അങ്ങനെ ഈ ഷോർട്ട് വേവ്സിന്റെ രൂപത്തില് നമ്മുടെ അവിടെ സണ്ണിൽ ഉണ്ടായിട്ടുള്ള എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. Only a small amount of energy radiated from the sun reaches the earth's surface. അങ്ങനെ നമ്മുടെ സണ്ണിൽ നിന്ന് പുറത്തോട്ട് വിട്ട റേഡിയേറ്റ് ചെയ്ത എനർജിയിലെ ഒരു കുഞ്ഞേ ഭാഗം മാത്രമാണ് ശരിക്കും ഭൂമിയുടെ സർഫസിലോട്ട് വരുന്നത്. ഓക്കെ, ഭൂമിയുടെ സർഫസിലോട്ട് വരുന്നത് ഒരു കുഞ്ഞേ ഭാഗം മാത്രമാണ്. അവര് ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? സോറി, ഞാനിത് മാറ്റാൻ മറന്നുപോയി. നിങ്ങൾ ആരൊന്നും പറഞ്ഞില്ലല്ലോ.
അപ്പൊ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അപ്രോക്സിമേറ്റ്ലി 1/200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 മില്യൺ ഭാഗം എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ വെറും ഒരു ഭാഗം മാത്രമാണ് ശരിക്കും ഭൂമിയുടെ ഉപരിതലത്തിലോട്ട് വരുന്നത്. ബാക്കി ഒന്നും നമ്മുടെ ഭൂമിയിലേക്കില്ല, ബാക്കിയൊക്കെ സ്പേസിൽ ഇങ്ങനെ ഉണ്ട് കേട്ടാ. അപ്പൊ ഈ ദി എമൗണ്ട് ഓഫ് സൺസ് റേസ് റീച്ചിങ് ദി എർത്ത് സർഫസ്, അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലോട്ട് എത്തുന്ന ഈ സൂര്യന്റെ കിരണങ്ങളെ, റേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസൊലേഷൻ. എന്താണ് ഇൻസൊലേഷൻ? എന്താണ് ഇൻസൊലേഷൻ എന്ന് ക്ലിയർ ആയോ? കുറെ മാസീവ് എമൗണ്ട് ഓഫ് എനർജി സണ്ണിൽ നിന്ന് എമിറ്റ് ആവുന്നുണ്ട്, പക്ഷെ അതിൽ കുറച്ചു ഭാഗം മാത്രമാണ് ഭൂമിയുടെ ഉപരിതലത്തിലോട്ട് വരുന്നത്. അതിന് നമ്മൾ എന്ത് പറയും? ഇൻസൊലേഷൻ എന്ന് പറയും. A part of insolation coming towards the earth gets reflected or absorbed by the atmospheric particles such as clouds and dust particles. എന്ന് പറഞ്ഞെന്താ? വളരെ കുറച്ച് നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നുള്ളൂ, അത് നമ്മൾ എന്ത് പറയും? ഇൻസൊലേഷൻ എന്ന് പറയും. പക്ഷെ ഈ വരുന്ന ഇൻസുലേഷനും കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നറിയോ? അതും റിഫ്ലക്റ്റ് ആയി പോവും, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യും. ആര് ചെയ്യും? നമ്മുടെ ക്ലൗഡുകളില്ലേ, ക്ലൗഡും പിന്നെ അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ അല്ലെ, ആകെ പൊടി പടലങ്ങളില്ലേ, അതും ക്ലൗഡും ഉണ്ട്, മേഘങ്ങളുണ്ട്. അതിലൊക്കെ തട്ടി ഒന്നോലെ ആ ഇൻസുലേഷന്റെ കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് തട്ടി തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. അപ്പൊ ആകെ കൂടി കുറച്ചേ നമുക്ക് റേസ് വരുന്നുള്ളൂ, അതിൽ തന്നെ കുറച്ച് റിഫ്ലക്ട് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച ഇൻസുലേഷൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഈ ഇൻസുലേഷൻ വഴി വരുന്ന വേവ് എവിടെ നിന്ന് വരുന്നതാ? സണ്ണിൽ നിന്ന് വരുന്ന ഷോർട്ട് വേവ് ആണ്. ഷോർട്ട് വേവ് എന്താണ്, ലോങ് വേവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. രണ്ട് ടൈപ്പ് വേവ് ഉണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായല്ലോ. ഷോർട്ട് വേവ് ഉണ്ട്, ലോങ് വേവ് ഉണ്ട്. ഈ ഷോർട്ട് വേവ് എന്താന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഹോട്ടർ ദി ഒബ്ജക്റ്റ് ഈസ്, അവിടുന്ന് റിലീസ് ചെയ്യുന്ന എനർജി ഷോർട്ടറും ഭയങ്കര പവർഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ സണ്ണാണോ എർത്ത് ആണോ ഭയങ്കര ഹോട്ടർ? ആരാ? സണ്ണല്ലേ? യെസ്, സണ്ണാണ് ഹോട്ട് അല്ലെ. അപ്പൊ ഈ സണ്ണ് പുറത്തേക്ക് വിടുന്ന എനർജി എന്ന് പറയുന്നത് ഷോർട്ടും അതുപോലെ തന്നെ ഭയങ്കര പവർഫുള്ളും ആയിരിക്കും. ഇത് ഭയങ്കര സ്പീഡില് സ്പേസിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ വഴി വരികയാണേ. അപ്പൊ അതിന് അപ്പുറത്തിരിക്കുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസ് ആയിട്ടോ എയർ ആയിട്ടോ ഒന്നും ടച്ച് ചെയ്യില്ല. ഡയറക്റ്റ് നല്ല നമുക്കറിയാം സ്ട്രെയിറ്റ് ആയിട്ട് എവിടേക്ക് വരും? നമ്മുടെ ഭൂമിയുടെ സർഫസിലോട്ട് വരും. അത്രേ നമ്മുടെ ഷോർട്ട് വേവ് ചെയ്യുള്ളൂ. ഭയങ്കര പവർഫുൾ ആയിരിക്കും, അങ്ങനെ വേഗം ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഭൂമിയുടെ സർഫസിലോട്ട് വരും. പക്ഷെ ഭൂമി എങ്ങനെയാ? നല്ല ഹോട്ടാണോ? അല്ല, നല്ല കൂളാണ് അല്ലേ. അപ്പൊ ഈ ഭൂമി നല്ല ഭയങ്കര ലേസി ആയി പുറത്തോട്ട് വിടുന്നത് ലോങ് വേവ് ആണേ. ആ ലോങ് വേവിന്റെ പ്രത്യേകത മെല്ലെ പോവുള്ളൂ, ഭയങ്കര സ്ലോ ആണ്. അപ്പൊ സ്ലോ ആയി ഇങ്ങനെ പോണ വഴിക്ക്, ലേസി ആയി പോണ വഴിക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഇത് കൊളൈഡ് ചെയ്ത് വേറെ നമ്മുടെ ഭൂമിയിലൊക്കെ ഇങ്ങനെ ഹീറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്തും, ട്രാപ്പ് ചെയ്ത് നിർത്തുന്നത് ഈ പറഞ്ഞ ലോങ് വേവ് ആണ്. അപ്പൊ ഷോർട്ട് വേവ് അല്ല പ്രശ്നക്കാരെ, നമ്മുടെ ലോങ് വേവ് ആണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ സൺ റൂഫിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ചൂടെടുക്കുന്നത്. ഈ പറഞ്ഞ ഈ ലോങ് വേവ് ട്രാപ്പായി കിടക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഷോർട്ട് വേവ് എന്താണ്, ലോങ് വേവ് എന്താന്നൊക്കെ മനസ്സിലായല്ലോ. യെസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന വേവ് വഴി എന്തായാലും നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂട് പിടിക്കില്ല അല്ലെ. പക്ഷെ നമ്മുടെ ഭൂമി പുറത്തേക്ക് വിടുന്ന ലോങ് വേവ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഹീറ്റ് ആവുന്നത്. അപ്പൊ ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് ഈ അറ്റ്മോസ്ഫിയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സുകളാണ്. 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞോ? നോക്കി വായിച്ചോളൂ. കണ്ടക്ഷൻ ഉണ്ട്, ഞാൻ അത് മാർക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? അപ്പൊ 4 പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഭൂമി പുറത്തു വിടുന്ന ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 4 എണ്ണം ഏതാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, നമുക്ക് ഇനി അത് ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാവേ. ഒന്നാമത്തെ കണ്ടക്ഷൻ. ആ പേര് പോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ heat is transferred to lower part of the atmosphere which is in direct in contact with the surface of the earth. ഈ ഭൂമിയുമായി ഡയറക്റ്റ് കോണ്ടാക്ട് നിൽക്കുന്ന ആ അറ്റ്മോസ്ഫിയറിക്കൽ ലെയർ ഇല്ലേ,
അതിനെ പെട്ടെന്ന് ചൂട് പിടിപ്പിക്കും. ഇവർ തമ്മിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിലെ താഴത്തെ ലെയറും നമ്മുടെ ഭൂമിയുടെ സർഫസും അപ്പൊ അത് തമ്മില് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ? കോണ്ടാക്ട് ഉണ്ട്, അങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോസസ്സാണ് കൺവെക്ഷൻ. എന്താണ് കൺവെക്ഷൻ? എന്താണ് കൺവെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയർ ഹീറ്റപ്പ് ആയിട്ടുണ്ട് അല്ലേ? അത് എക്സ്പാൻഡ് ചെയ്ത് അറ്റ്മോസ്ഫിയറിന്റെ ഹയർ ലെവലിലോട്ട് പോകുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. കണ്ടക്ഷൻ പഠിച്ചു, ഡയറക്റ്റ് കോണ്ടാക്ട്. പിന്നെ അവിടുന്ന് മെല്ലെ എക്സ്പാൻഡ് ചെയ്ത് ഹയറിലോട്ട് പോകുന്നതാണ് ഇത് കൺവെക്ഷൻ. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കുന്നത് അഡ്വെക്ഷൻ. അത് ഭയങ്കര സിമ്പിൾ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റ് അടിക്കൂലേ, ഈ കാറ്റടിക്കുമ്പോ അതിന്റെ കൂട്ടത്തിലെ ഹീറ്റ് പോകുന്നു, അതിനെ പറയുന്നതാണ് അഡ്വെക്ഷൻ. എന്താണ് റേഡിയേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ലോങ് വേവിന്റെ രൂപത്തില് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും ഹീറ്റിന്, അതിനെ പറയുന്നതാണ് റേഡിയേഷൻ. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ 4 പ്രോസസ്സ് പഠിച്ചു ഇല്ലേ? സിമ്പിൾ 4 കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, പിന്നെന്താ റേഡിയേഷനും പഠിച്ചു. അപ്പൊ ഇന്ന് ഇത്ര ഇൻട്രൊഡക്ഷൻ എടുക്കാനാണ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് പഠിച്ചില്ലേ? യെസ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രോസസ്ഡ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് പഠിച്ചു, ന്യൂക്ലിയർ ഫ്യൂഷൻ പഠിച്ചു, ഷോർട്ട് വേവ് എന്താണെന്നും ലോങ് വേവ് എന്താണെന്നും മനസ്സിലായി ഇല്ലേ? ഇൻസുലേഷൻ എന്താണെന്ന് മനസ്സിലായി. പിന്നെന്താണ്? വെതർ, ക്ലൈമറ്റ്, ഫാക്ടേഴ്സ് അല്ലെ, എലമെന്റ്സ് ഓഫ് വെതർ ഒക്കെ നമ്മൾ പഠിച്ചു. സോ നമ്മൾ അടിപൊളിയായി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ബാക്കി പാർട്ട് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ എന്തായാലും കമന്റ് ചെയ്തോളൂ, എന്നാലേ നമുക്ക് അടുത്ത ഭാഗം ഇടാൻ ഒരു മോട്ടിവേഷൻ ഒക്കെ വേണ്ടേ. സോ നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഏതാണ് വെതർ എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. Okay, bye.